ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹെമനിൽ ചെന്നപ്പോൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങണതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഞാനും വൃന്ദക്കുട്ടിയും അതുപോലെ തന്നെ സനീപും ഏട്ടനും ഷാനൂട്ടനും കൂടിയാണ് പോണേ. ആ മരം കണ്ടില്ലേ, അതാണ് നമ്മുടെ ആപ്പിൾ മരം. നമ്മൾ റെഡ് ആപ്പിളൊക്കെ പറിച്ച മരമില്ലേ, അതാണ് ആ കാണണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി ദൂരം നടന്ന് പോവാണ്. അപ്പോൾ ഷാനൂട്ടനാണെങ്കിൽ ഇപ്പോൾ സ്ട്രോളറിൽ അത്യാവശ്യം ഇരുന്നോളും. കാരണം അവനിപ്പോൾ ഇത്രയോടെ വലുതായ കാരണം അവന് നല്ല രീതിയിൽ ഇരുന്ന് കാഴ്ചകൾ കാണാം. അപ്പോൾ ദേ ഇവിടുത്തെ മരങ്ങളിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങുന്നുള്ളൂ. ഇത് നല്ല രീതിയിൽ ഇവർ വിൻ്ററിൽ ഗാർഡൻ സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി സമ്മർ ആകുമ്പോൾ നല്ല രസമായിരിക്കും. ഞാൻ കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ വ്യൂ ഒക്കെ. അപ്പം നമ്മുടെ പല ഫോട്ടോയിലും പല വീഡിയോയിലും കാണുന്ന ഒരു സ്ഥലം തന്നെയാണിത്. മാർലോസിൻ്റെ അടുത്ത് മാർലോസ് സെൻറ്ററാണിത്. അപ്പം നമ്മളിത് നടന്നു പോകുമ്പോൾ ഓരോന്നൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ ഷാനൂട്ട് അതിനനുസരിച്ച് നല്ല ആൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളിവിടെ UK വന്നതിന് ശേഷം ആൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അമ്മ വീട്ടിൽ വന്ന ഒരു ഫീലാണ് കുട്ടിക്ക്. കുട്ടിയുടെ അമ്മ വീടാണ് ഹെമൽ ആംസ്റ്റഡ്. ആ ഒരു വൈബിലാണ് കുട്ടി നടക്കുക. അപ്പോൾ ഞങ്ങളത് ഫസ്റ്റ് തന്നെ പ്രൈമാർക്കിൽ പോകും. പ്രൈമാർക്കിൽ പോയിട്ട് വാങ്ങിക്കാനൊന്നുമല്ല, അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ എടുക്കുന്നല്ലാതെ. പക്ഷെ എന്നും പോയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അത് മിക്കവാറും ഞാനും വൃന്ദയും സനീപും ഏട്ടനും ആയിരിക്കും ഉണ്ടാവുക, ഷാനൂട്ടനും. കാരണം ബാക്കി ഉള്ളവർക്ക് മിക്കവാറും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഷാനൂട്ടന് ബനിയൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് മുകളിൽ പോവാം കേട്ടോ. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ടൈപ്പ് ബനിയനാണ്. കട്ടി കുറഞ്ഞിട്ട് എന്താ പറയുക, ഹാഫ് സ്ലീവ് ഉള്ള ബനിയനാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ അതിൽ അവൻ്റെ ഇല്ലാത്ത വല്ല പുതിയ മോഡൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പം അതിൽ നിന്ന് ഞാൻ 1-2 ബനിയൻ എടുത്തു. സോറി, ഡബ് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു കൂട്ടുകാരി വന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്രോക്സൊക്കെ നോക്കുകയാണ്. ഈ കുട്ടിക്ക് എല്ലാ മാസവും ചെരുപ്പ് വാങ്ങണം. കാരണം ഈ മാസം വാങ്ങണത് ഈ മാസം ഇടാൻ പറ്റുള്ളൂ. അടുത്ത മാസം ആകുമ്പോഴേക്കും അത് ഇത്തിരി കൂടെ എൻ്റെ കാല് വലുതാണ്. പിന്നെ അത് തന്നെയല്ല, കുട്ടികൾക്ക് ഇപ്പോൾ വളർച്ചയുടെ സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വിലയുള്ളതൊന്നും ഞാൻ വാങ്ങില്ല. കാരണം നല്ല ഭംഗിയുള്ളതൊക്കെ നിലത്ത് പോലും ഇറക്കാതെ അത്രയും പുത്തനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കടും പുത്തൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയെങ്കിലും വാങ്ങിയില്ല. കാരണം അവൻ 1-2 ക്രോക്സ് ഇവിടെ ഉണ്ട്, നാട്ടിലും ഉണ്ട്. അത് കഴിഞ്ഞ് അവന് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് സോക്സ്. അത് എത്ര വാങ്ങിച്ചാലും മതിയാവില്ല. ഈ ട്രാവൽ ചെയ്യുമ്പോഴും പോകുമ്പോഴും ഓരോന്ന് അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും. ഞാൻ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. എനിക്കും അതാട്ടോ, സോക്സ് എത്ര ഉണ്ടായാലും ഇല്ല എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാനൊരു സോക്സ് എടുത്തു. പിന്നെ നോക്കുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് കണ്ണു പോകുന്നത് പെൺകുട്ടികളുടെ സാധനം. കണ്ടില്ലേ എന്ത് രസമാണെന്നറിയാം അവരുടെ സാധനങ്ങളൊക്കെ. അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇവനാണെങ്കിലൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, ക്രീം, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഒരു ആഷ്, ഈ ഒരു ടോണിലല്ലാതെ വളരെ വിരളാണ് കാണാനായിട്ട്. പിന്നെ അതായത് ഒരുവിധം നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സുകളൊക്കെ ഈ ഒരു കളറിലായിരിക്കും. പക്ഷെ പെൺകുട്ടികൾക്ക് എൻ്റെ പൊന്നേ, ഇവൻ്റെ ജെൻഡർ അറിയുന്ന വരെ, ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഇവൻ്റെ ജെൻഡർ അറിയുന്ന വരെ ഞാൻ പെൺകുട്ടികളുടെ ഡ്രസ്സാണ് നോക്കിയിരുന്നത്. എനിക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ അത്ര അധികം ഓപ്ഷനും ഉണ്ട്, കാണാനും നല്ല രസമുണ്ട്. അവർക്കാണ് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഷാനൂട്ടനെ കൊണ്ടുവന്നു. അവനിപ്പോൾ സാധാരണ കുട്ടികളുടെ പോലെ അത്രയ്ക്ക് അത് വേണം ഇത് വേണം അങ്ങനത്തെ ഒരു സ്റ്റേജ് ആവാത്തത് കൊണ്ടാണ് നമുക്കിങ്ങനെ പോകുന്നിടത്തൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്നത്. അവനൊന്നും ആവശ്യപ്പെടില്ല. അപ്പം നമ്മളങ്ങനെ അടുത്തടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി. പ്രാവിനെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രാവിനെ പിടിക്കാൻ ചെല്ലും. ഇവിടുത്തെ പ്രാവുകളാണെങ്കിൽ അത്ര പെട്ടെന്ന് ഓടിപ്പോവില്ല. നമ്മുടെ പ്രാവുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിന്നാലെ ചിലതിൻ്റെ ഓടിയൊന്നും നിൽക്കില്ല, അവർ പറന്നു പോയല്ലേ ഉള്ളൂ. പക്ഷെ ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ ചേട്ടൻ കുറച്ച് നേരമൊക്കെ അവനിങ്ങനെ കളിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലത്ത് ഇറക്കി കഴിഞ്ഞാൽ ആൾ 4 കാലിലോടും പ്രാവിനെ പിടിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നാമത് നല്ല കല്ലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും വിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളിത് മാളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടെ നമുക്ക് കുറച്ച് കടകളുണ്ട്. ഈ കടകളൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും വരുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന കടകളാട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനൊരു റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ എക്സാമിൽ നിന്ന്. അത് കളക്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ തെഫ്റ്റൊക്കെ നടന്നിട്ട് ഭയങ്കര സീനായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ പോണത് ഇപ്പോഴാണ്. അപ്പം ഞാനിങ്ങനെ ചോദിക്കുകയാണ്, അതിൻ്റെ കള്ളനെ പിടിച്ചോ എന്നൊക്കെ ഞാൻ ചോദിക്കുക. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പല രീതിയിൽ കഥകൾ ഇറങ്ങും. കള്ളനെ പിടിച്ചു, ഇന്നാളായിരുന്നു അങ്ങനെ ന്യൂസ്. ഇവിടെ ആർക്കും അറിയില്ല. അവിടെ ഇപ്പോൾ കള്ളൻ വന്ന കാര്യം തന്നെ പലർക്കും അറിയില്ല. ഞങ്ങളന്ന് അത് കളക്ട് ചെയ്യാൻ പോയതുകൊണ്ടാണ് കേട്ടോ അത് മനസ്സിലായത്. അപ്പോൾ ഇതൊരു ബ്യൂട്ടി പാർലറാണ്. നമ്മളിതൊക്കെ നോക്കി നമ്മൾ ഇപ്പോൾ 4 വർഷം ആവണു ഇവിടെ വന്നിട്ട്. ഒരു മാസത്തിലൊരിക്കലെങ്കിലും നമ്മളവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അതിൽ നിന്ന്
ഒത്തിരി മാറ്റമായിട്ടോ. കുറേ കടകൾ പോയി, പുതിയ കുറേ കടകൾ വന്നു. ഇപ്പോൾ കാണിച്ച ഒഴിഞ്ഞ് കിടക്കുന്ന കടയിൽ, ആ കടയിൽ നിന്നാണ് ഞങ്ങൾ പെർഫ്യൂം നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാറുള്ളത്. ആ കട അടച്ച് പൂട്ടി. പിന്നെ വാച്ച്, ചേട്ടനാണെങ്കിൽ ഒരു വാച്ച് ഭ്രാന്തനാണ്. അപ്പോൾ ആളിങ്ങനെ ഓരോ പ്രാവശ്യവും ഡ്രസ്സൊന്നും എൻ്റെ പോലെ അധികം എടുക്കില്ല, പക്ഷേ വാച്ച്, കൂളിംഗ് ഗ്ലാസ് ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതും നല്ല ബ്രാൻഡ് നോക്കിയൊക്കെ വാങ്ങുള്ളൂ. ആൾക്ക് അതിനെ പറ്റിയിട്ട് നല്ല വിവരം ഉണ്ട് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഓരോ വാച്ചിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓരോ വിലയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സമയം നോക്കാനല്ല എന്തിന് ഇത്ര പൈസയ്ക്കൊക്കെ വാങ്ങിക്കണേന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് എപ്പോഴും ആൾ പറയുന്നത് വാച്ച് അസറ്റാണെന്നാണ്, പക്ഷേ ഞാനെപ്പോഴും പറയുമ്പോൾ ഗോൾഡ് അസറ്റ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി. എനിക്ക് അത്രയ്ക്കുള്ള ഒരു വിവരമുള്ളൂ, അതുകൊണ്ടായിരിക്കാം മേ ബി. അത് കഴിഞ്ഞത് അലങ്കാര വസ്തുക്കളുടെയൊക്കെ ഒരു കട കേട്ടോ. നല്ല ഭംഗിയുള്ള ശില്പങ്ങൾ. അപ്പോൾ നമുക്ക് ഓൾറെഡി കല്യാണം, ഒരു കുട്ടി, നെക്സ്റ്റ് നമുക്കൊരു വീട് എന്നുള്ളൊരു സ്വപ്നം വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ നോക്കി. അപ്പോൾ ഇവിടെയാണ് ഷാനൂട്ടനെ എപ്പോഴും കളിക്കാൻ വിടാറുള്ളത്. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കാരണം അന്ന് വിട്ടില്ല. പിന്നെ ഓൾറെഡി നമ്മൾ നല്ല റഷായിരുന്ന കാരണം നമ്മൾ അങ്ങോട്ടൊന്നും വിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടേക്ക് ഇങ്ങനെ നോക്കി പോന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അത്യാവശ്യം എപ്പോൾ പോയാലും പിള്ളേരുണ്ടാവും. ഞാനിത് ഡബ് ചെയ്യുന്നത് ഷാനുട്ടൻ ഉറങ്ങി ആ ഒരു ടൈമിലാട്ടോ. അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയാലും ഡബ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത് നിർത്തേണ്ടി വരും. ഇത് കണ്ടില്ലേ ഈ പൂച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ടാണ് അത് ഇങ്ങനെ. ഇപ്പം നമ്മുടെ കൈ കൊണ്ട് നമ്മൾ കാണിക്കുമ്പോൾ അത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ടാണ് അത് അവിടെ മൂവ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു ഒച്ചയുണ്ട് കേട്ടോ. ഞാനപ്പോൾ വോയിസ് ഓവർ കൊടുത്താറുകൊണ്ടാണ് എന്താ പറയുക, അത് കിട്ടാത്തത്. അപ്പോൾ ഈ പെർഫ്യൂം ഷോപ്പിൽ നിന്ന് നമ്മൾ പെർഫ്യൂം മേടിക്കാറുണ്ട്. ഇത് മറ്റേ ഊത് അങ്ങനത്തെ ഇല്ലേ, അങ്ങനത്തെയാണ്. നല്ല സ്മെല്ലാട്ടോ. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല റേറ്റ് ഉണ്ട്. അവർ മില്ലിക്ക് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുക. പക്ഷേ സൂപ്പർ സാധനമാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഈ ഒരു കടയിൽ നല്ല ഓഫറൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കടയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ വഴി കൂടെ കാണുന്നവരെയൊക്കെ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ അവരുടെ ഡ്രസ്സ് നോക്കിയൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ ഇവരുടെ ബാക്കിലായി. ചേട്ടനും സനീബ് ഓൾറെഡി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട്. അത് നല്ല ഓഫറിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അന്ന് നമ്മൾ പോയപ്പോൾ അത്രയ്ക്ക് ഭംഗിയുള്ളതൊന്നും കണ്ടില്ല. പിന്നെ ഭയങ്കര റേറ്റും. അപ്പോൾ പിന്നെ നമ്മുടെ ബഡ്ജറ്റിലൊന്നും ഒതുങ്ങാത്ത തന്നെ നമ്മളൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ. ജസ്റ്റൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ചെല്ലുമ്പോൾ നല്ല വെർത്തായിട്ട് സാധനങ്ങൾ കിട്ടും. ചില സമയത്ത് ചെല്ലുമ്പോൾ അത്രയ്ക്ക് ഇതിലൊന്നും കിട്ടില്ല. അപ്പോൾ 5 പൗണ്ട്, 6 പൗണ്ട്, 10 പൗണ്ട്, 15 പൗണ്ട്, 19 പൗണ്ട്, അങ്ങനെ പല റേറ്റിൽ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ജസ്റ്റ് നോക്കി. അപ്പോൾ നമുക്കൊരു ഫങ്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് പറ്റിയ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. 2 കളറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ പോണത് ഷൂ വാങ്ങിക്കാനാണ് കേട്ടോ. സ്പോർട്സ് ഡയറക്റ്റിലാണ് പോണത്. അപ്പോൾ ഞാനും വൃന്ദയും എസ്കലേറ്ററിലും ഷാനൂട്ടനും ചേട്ടനൊക്കെ കൂടി ലിഫ്റ്റിലാണ് പോകണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ഷൂവിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെയുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഷൂ നോക്കാം. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് ഷൂ ആണ് നോക്കണത്. ഇത് നമുക്ക് കാലുവേദനയൊന്നും ഇല്ലാണ്ട് കുറേ നേരം നടക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് നോക്കണേ. ഒരുപാട് ഷൂ ഉണ്ട്. അത്യാവശ്യം നല്ല ഷൂസ് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഓഫർ ഇട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് വലിയ ഓഫറായിട്ടൊന്നും തോന്നാറില്ല. എന്ന് ചെല്ലുമ്പോഴും ഇവിടെ ഇതുപോലെ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇടും. പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് വില തന്നെയാണ് അതിലുണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വതവേ ഈ കടയൊന്നും എനിക്ക് വലിയ താല്പര്യം. എനിക്കിങ്ങനെ പകിട്ടാറുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള കടകളിലൊക്കെ കയറുമ്പോഴാട്ടോ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് നടക്കുമ്പോഴേക്ക് സുഖമുള്ള അധികം കാലുവേദന ഇല്ലാത്ത ടൈപ്പ് നോക്കി തരാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഷാനുട്ടനാണെങ്കിൽ അങ്ങനെ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം അത്ര കളർഫുള്ളല്ലല്ലോ കട. മൊത്തം ഈ ബ്ലൂവും ബ്ലാക്കും വൈറ്റും ആ ഒരു ഇത് തന്നെയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ ഷൂസൊക്കെ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലിൻ്റെ സൈസ് അനുസരിച്ചുള്ളതൊക്കെ ഉള്ളതും ഒക്കെ കൂടെ നോക്കിയിട്ടാണ് മൊത്തം ഒരു അരിച്ചു പെറുക്കൽ തന്നെ നടത്തി. അവസാനം 2-3 സെലക്ട് ചെയ്തിട്ട് അതിലെനിക്ക് പാകാവണം പറഞ്ഞ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം ഒരു 25 പൗണ്ട്, 30 പൗണ്ട്, 28 പൗണ്ട് ആ ഒരു റേഞ്ചിൽ, ബിലോ 30 ആണ്. ശരിക്കും ഇതിൻ്റെ വില എഴുതി വെച്ചാൽ 55-60 അങ്ങനെയാണ് കിടക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഷൂ ഒക്കെ നോക്കാൻ പോയി. അപ്പോൾ ചേട്ടൻ എന്നെ ചീത്ത പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ള സാധനം എടുക്കുക, അല്ലാണ്ട് ആവശ്യമില്ലാത്തത് നോക്കാൻ പോയില്ലേ. എനിക്കിങ്ങനെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള
അങ്ങനത്തെ ടൈപ്പാണ് ഇഷ്ടം. ഞാൻ ബ്രാൻഡും അതുപോലെ തന്നെ അങ്ങനെയൊന്നും നോക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എടുക്കും. പക്ഷേ എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എനിക്ക് തോന്നണത് ഇത് കുഴപ്പമില്ല, എനിക്ക് ചേരും അങ്ങനെ. പിന്നെ എനിക്ക് ഷൂവിൽ ഭയങ്കര ഒരു ലെക്കാണ് ഗൈസ്. എനിക്ക് എൻ്റെ കാലെന്ന് പറഞ്ഞാൽ നല്ല വലിയ കാലാണ്, നല്ല വീതിയുള്ള കാലാണ്, നീളമല്ല നല്ല വീതിയുള്ള കാലാണ്. അപ്പോൾ എനിക്ക് പറ്റിയ ചെരുപ്പ് കിട്ടാൻ ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടില്ല. പക്ഷെ പലരും വാങ്ങിച്ചിട്ട് അവർക്കത് പറ്റാതെ അല്ലെങ്കിൽ വലുതായിട്ടോ അല്ലെങ്കിൽ അവരുടെ സൈസിനായിരിക്കില്ല. അപ്പം അങ്ങനെ എനിക്ക് 2-3 ഗിഫ്റ്റായിട്ട് പുതുപുത്തൻ ഷൂസ് കിട്ടിയിട്ടുണ്ട്. കാരണം അത് എനിക്ക് ഇട്ട് നോക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും. അങ്ങനെ കമ്മനടിച്ചെന്നൊക്കെ പറഞ്ഞ മാതിരി എനിക്കിടയ്ക്ക് ഷൂസ് കിട്ടാറുണ്ട്. UK വന്നതിന് ശേഷം എനിക്ക് 3 ഷൂ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് അവർ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പാകമല്ല, നീ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരും. എനിക്കാണെങ്കിൽ അതൊക്കെ എനിക്ക് മേടിക്കാൻ ചെല്ലുമ്പോൾ ഇത്ര കറക്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 2 ഷൂ ആണ് അവസാനം ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്കിങ്ങനെ ചാടി ചാടി നിൽക്കുമ്പോൾ നല്ല ഹൈറ്റുള്ള ഷൂ ആണ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ കയ്യിലിരിക്കണ എനിക്ക് കുഞ്ഞു കൂട്ടുപോയ വന്നതാണ്. അപ്പോൾ ഈ ഒരു ഷൂ ആട്ടോ ഞാൻ എടുത്തത്. ചേട്ടൻ പറയുന്നുണ്ട് മറ്റേതാണ് കുറച്ചും കൂടെ സുഖം, അതിൻ്റെ ഉള്ളിലാണ് കുറച്ചുകൂടെ സോഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൈറ്റ് കാലിലുള്ള, അതായത് ഞാൻ ഈ ഷൂ ആണ് ഞാൻ എടുത്തത് കേട്ടോ. നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു, നല്ല സുഖമുണ്ട്, നല്ല പൊക്ക ഹൈറ്റ് തോന്നുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഷാനൂട്ടന് ഓൾറെഡി വെന്തയും സനീപും അവനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട, അവനിങ്ങനെ അവരുടെ കൂടെയൊക്കെ ഇരുന്നോളും. അവന് ഇങ്ങനെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവനെല്ലായിടത്തും അങ്ങനെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് UK. അതുപോലെ സ്റ്റോക്കിൽ ചെല്ലുമ്പോൾ, നാട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ ആളുടേതായിട്ടുള്ള കുറച്ചൊരു ഇതുണ്ട്. അവിടെ ആൾ വളരെ കംഫർട്ടബിളാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണുള്ള എല്ലാവരും അവൻ്റെ സഹോദരന്മാരും അമ്മാവന്മാരും അടുത്താണ് ആളുടെ വിചാരം. അതായത് ആൾ പുറമേ ഉള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കുറച്ച് മാന്യനായിട്ടൊക്കെ നിൽക്കും. നമ്മുടെ സ്കിൻ ടോണുള്ളവരൊക്കെ കാണുമ്പോൾ അവൻ ഒരുപാട് പരിചയമുള്ള പോലെ പെരുമാറും. അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവൻ വിചാരിക്കേണ്ടത് ഇവരൊക്കെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ്, അവൻ്റെ ഒരു ചിന്താഗതിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ വാട്ട് ഇറ്റ് ഈസ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇത് അവന് എല്ലാവരോടും ഇടപഴകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ അത് മതി എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ 2 കാലിലിട്ടിട്ട് നോക്കി. കാരണം ഞാൻ എനിക്ക് ചെരുപ്പ് മേടിക്കാൻ പോയിട്ട് ഞാനത് ഇട്ട് നോക്കും, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വരും. അവസാനം അത് എനിക്ക് ഒന്നില്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലൂസായിരിക്കും. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് നിനക്ക് ആവശ്യം നീ ശരിക്കും ഇട്ട് നോക്കിയിട്ട് നീ കംഫർട്ടബിൾ ആയത് പറ, എന്നിട്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതൊക്കെ ഇട്ട് നോക്കട്ടെ. എനിക്കിതൊക്കെ ഭയങ്കര ദേഷ്യമുള്ള കാര്യം, ഇട്ട് നോക്കലൊക്കെ. എനിക്കിങ്ങനെ വാരി പറക്കി എടുക്കണം എന്നിട്ട് അവസാനം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതുപോലെ ഇതുപോലെ. പക്ഷേ ഡ്രസ്സൊക്കെ ഞാൻ അങ്ങനെ വാരി പറക്കി എടുത്താലും പെർഫെക്റ്റ് ആയിരിക്കും, എനിക്കറിയാം. പക്ഷേ ചെരുപ്പൊക്കെ അങ്ങനെ ആവില്ല. ഞാൻ ഇട്ട് നടന്ന് കഴിയുമ്പോഴായിരിക്കും എനിക്കതിൽ ഓരോ ബുദ്ധിമുട്ടുകൾ തോന്നാം. ഒരു കണക്കിന് എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് ബില്ലടിക്കാൻ നോക്കിയിട്ട് അവിടെ ഒരൊറ്റ സ്റ്റാഫിനില്ല. കട അങ്ങനെ എടുത്തുകൊണ്ട് പോയാലും ഒരാൾ അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ബിൽ കൗണ്ടർ കണ്ടുപിടിക്കാൻ തന്നെ കുറേ സമയം എടുത്തു കേട്ടോ. അവസാനം അവിടെ ചെന്നപ്പോൾ ഒരാളേ ഉള്ളൂ, ഒരു സ്റ്റാഫേ ഉള്ളൂ. സാധാരണ നമുക്ക് ഇത്രയും ടൈമൊന്നും ഇങ്ങനെ ബില്ലടിക്കാനൊന്നും നിൽക്കേണ്ടി വരാറില്ല. ആൾ എന്തോ ഒരു കാര്യം ചോദിക്കാൻ വീണ്ടും പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് അവസാനം ബില്ലടിച്ചു. ആ ലേഡി വരുന്നുണ്ട്, ബില്ലടിച്ചു. അപ്പോൾ കണ്ടില്ലേ, ഇവരൊക്കെ ഇങ്ങനെ വർക്കിംഗ് ഡ്രസ്സിൽ തന്നെയായിരിക്കും വരിക. ഷൂ മേടിക്കാനായിട്ട് ഒരുവിധം എല്ലാവരും ഈ ഒരു സ്പോർട്സ് ഡയറക്റ്റ് തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഷൂ ആണ് നമ്മൾ വാങ്ങിച്ചത്. എനിക്ക് ചേട്ടൻ വാങ്ങിച്ചത് ഷൂ ആണ്. അപ്പോൾ ഇത് എന്താ പറയുകയാണ്, ഓരോ സ്പ്രേകളൊക്കെയാണ് ഷൂവിലടിക്കുന്നതുണ്ട്. പിന്നെ പല ടൈപ്പ് ഉണ്ട്, അതൊന്നും എനിക്ക് വലിയ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുകയാണ് ഇത് ഇങ്ങനെ ചെയ്യണതാണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ജസ്റ്റ് വെറുതെ നോക്കിയിട്ട് താഴേക്ക് പോവാം. കുറേ ഷൂ ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ഷൂ വാങ്ങണം, ഇനി സെറ്റായിട്ട് ഈ ഷൂ വാങ്ങണം, അങ്ങനെയൊക്കെ. ഇതൊക്കെ ബൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്താ പറയുക, ബൂട്ടെന്നാണോ അതിനെ പറയുക, അടിയിലിങ്ങനെ മുള്ളു പോലുള്ളത്, സ്പൈക്ക് എന്നൊക്കെ പണ്ടൊക്കെ അനിയനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ സാധനം ഓടണവരൊക്കെ ഇടുന്ന ഷൂ ആട്ടത്. ഷാനോട്ടൻ ഇങ്ങനെ ഓരോരുത്തരെ നോക്കുക, എല്ലാവരും ഷാനോട്ടൻ ഇടയ്ക്കിടയ്ക്ക് എണ്ണെടുക്കും. കൂടെ വന്നവരെല്ലാവരും ഇല്ലേ, ആരെങ്കിലും പോയോ, എൻ്റെ ഇട്ടിട്ട് എൻ്റെ അച്ഛൻ പോയോ, ഇനി എൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോയോ, ഇങ്ങനെയൊക്കെ ആൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവനെ അവിടെ പരിചയപ്പെടാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ആ ലിഫ്റ്റിൽ പോയേനെ. ഞാൻ എസ്കലേറ്ററിൽ ഇറങ്ങാമെന്ന് വെച്ചപ്പോഴാണ് എസ്കലേറ്ററിൽ ഇറങ്ങാൻ പറ്റില്ല, എസ്കലേറ്ററിൽ കയറ്റം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായത് കേട്ടോ. പക്ഷെ വൃന്ദ ബുദ്ധിമതി, അവൾക്കത് മുന്നേ അറിയായിരുന്നു, അവൾ ലിഫ്റ്റിൽ ഇറങ്ങി പോകുന്നു.
പിന്നെ ഇറങ്ങിപ്പോകുന്നു. പിന്നെയും നമ്മൾ ഇത് എക്സാമ്പിൾ പോലത്തെ ഒരു കടയാട്ടോ. അവിടെ നല്ല വിലയാണ് അവിടുത്തെ എന്താ പറയുക ഓർണമെൻറ്റ്സിനൊക്കെ. അപ്പോൾ അതൊക്കെ വെറുതെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ ലക്ഷ്യമാക്കി നടക്കുന്നത് ഈ വണ്ടിയിലേക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നേരം ഷാനൂട്ടനെ ഇരുത്താമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ പോയി നോക്കി. എനിക്ക് വലിയ ചിലപ്പോൾ പാരൻസും കയറിയിരിക്കണ കാണാറുണ്ട്. പക്ഷെ അവൻ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. അവനവിടെ ഓൾറെഡി അവൻ്റെ ഷൂ എന്താണ്ട് ഊരി പോയിട്ട് അതൊക്കെ ശരിയാക്കി ചേട്ടൻ അതും ആ വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലിരിക്കാനായിട്ടാണ്. അതിലിരുന്ന് നല്ല കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കളിയാണ് ഒളിച്ച് കളിക്കണം അതിൻ്റെ ഉള്ളിൽ. ഞാനപ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇവിടെ വരുമ്പോൾ ശരിക്കും ഞാൻ ഒരു കെട്ടിച്ച് വിട്ട പിള്ളേർ സ്വന്തം വീട്ടിൽ വരുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് അത്ര റിലാക്സ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അതേ പ്രാവുകൾക്ക് ഫുഡ് കൊടുത്തിരിക്കുകയാണ്. ഓൾറെഡി ഇവിടുത്തെ പ്രാവുകൾക്കൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവരുകൾ എന്തോ ഒരു സാധനം ഇങ്ങനെ കൊത്തിപ്പറക്കി കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഇവിടെ എത്തി കഴിയുമ്പോൾ നമ്മളൊന്ന് നോക്കും. ഇവിടെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഏഷ്യയുണ്ട്. അതായത് ആ കണ്ടില്ലേ ഓരോ വണ്ടികളുടെ രീതിയിലുള്ള ഓരോ കടകൾ. ആ കടകളിൽ നമ്മൾ എവിടെ നിന്ന് വാങ്ങും എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് ഈ കടയിലില്ലാത്ത ഫ്രൂട്ട്സ് ഇല്ല കേട്ടോ. ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഡേറ്റ്സൊക്കെ നല്ല ഡേറ്റ്സാണ്, നല്ല ഫ്രൂട്ട്സുമാണ്. അതായത് നമുക്ക് കുറച്ചും കൂടെ ബ്രിട്ടീഷ് സ്റ്റോറിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടും. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ഫ്രൂട്ട്സും ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ ചെന്നു ഫ്രൂട്ട്സ് വാങ്ങി. പിന്നെ കായ വാങ്ങി, നമ്മുടെ കായയില്ലേ ആ കായ. അപ്പോൾ നമ്മൾ അവസാനം പച്ചക്കറി വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ വന്നത് ഇത് ഏഷ്യാന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു ട്രക്ക് പാകിസ്ഥാനികളുടെയാണ്, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു ട്രക്ക് ഇന്ത്യക്കാരുടെയാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ ആ ഭാഗത്തുള്ള ഒരുവിധം ഫുഡൊക്കെ അവിടെ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈ ട്രക്കിൽ നിന്ന് എന്ത് മേടിച്ചു? ഫ്രൈസാണ് മേടിച്ചത്. ലോഡഡ് ഫ്രൈസാണ് വാങ്ങിച്ചത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ലാമ്പല്ല വാങ്ങിച്ചത്, ചിക്കനാണ് വാങ്ങിച്ചത്. ലാമ്പ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചൊക്കെ എനിക്കിഷ്ടമില്ലാത്ത കാരണം ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഷാനൂട്ടന് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഷാനൂട്ടനെ അറിയാം ഇനി ഇവിടെ എത്തി, അപ്പോൾ ഇനി ഇന്നത് വാങ്ങിക്കാനാണ്. അപ്പോൾ വൃന്ദയും സനീപ അവിടെ മറ്റേ നമ്മുടെ എന്താണ് വടാപ്പാവ് കിട്ടും, അത് വാങ്ങിക്കാണ്ട. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം കോട്ടയിലുള്ള സാധനങ്ങളാണ്. പിന്നെ ക്രീംസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൽ, ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം കോട്ടയാണ്. അപ്പം ഇന്നിപ്പോൾ ഈ 2 സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ആൾക്കറിയാം ഇത് ഫുഡ് കഴിക്കേണ്ട സമയമാണ്. ഇറ്റ്സ് എ ടൈം ഫോർ ഈറ്റ്. അപ്പോൾ എന്താ പറയുക വേഗം ഇറങ്ങി ഇതിങ്ങനെ പൊളിക്കുമ്പോൾ ആൾക്കറിയാം ഇത് എനിക്ക് വേണ്ടി. അപ്പോൾ അതൊരു നല്ല സിംഹക്കുട്ടി പോലത്തെ ഒരു പട്ടിയുടെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെന്നെ നല്ല തെറി പറയും. അത് കാരണം കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ നിന്നൊന്നും എടുത്തില്ല. എന്നാൽ ഈ പട്ടീനെ ഞാൻ ബാക്കിൽ നിന്ന് എടുത്തു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. എനിക്ക് പട്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പേടിയാന്നുള്ളത് എന്നെ അറിയുന്ന ഒരു ഇത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടാണ് എടുക്കണത്. അപ്പോൾ ഞാൻ ലോഡഡ് ഫ്രൈസും അവൾ വടാപ്പാവാണ് കഴിച്ചത്. അത് ദഹിയൊക്കെ ഇട്ടിട്ട് കുറച്ച് തൈരും പിന്നെ ഒരു വടയും പിന്നെ കുറേ അനാറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ചൂട് പോകുമ്പോൾ അതിനൊരു ഇതാണ്. പിന്നെ പാനിപ്പൂരി എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ പാനിപ്പൂരി കഴിച്ചു, ലോഡഡ് ഫ്രൈസ് കഴിച്ചു. ഞാൻ കുമ്പുമാന്ന് തിന്നെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഒറ്റയ്ക്ക് തിന്നെന്ന് വിചാരിക്കരുത്. അതായത് ഞാനും വൃന്ദയും ഫുഡ് കഴിക്കുമ്പോൾ ചേട്ടനും സനീപും ഷാനൂട്ടനെ നോക്കും. സനീപ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നല്ല സ്റ്റിൽസ് കാണുന്നത്. അതുപോലെ ഞാനിത് കഴിച്ചിട്ട് വേണം ചേട്ടന് കഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇത് മൊത്തം തിന്നാന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് ഹെമൽ സെൻറ്ററിൽ പോയി. അവിടെ പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ടെസ്കോ പോയി. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾക്ക് ഓരോ കടയുണ്ട് ഗൈസ്. അതായത് നമ്മൾ മലയാളികൾ വിലയും എല്ലാം നോക്കിയിട്ടല്ലേ വാങ്ങുക. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ കടയുണ്ട്. അപ്പോൾ ടെസ്കോയിൽ പോയിട്ട് 1-2 സാധനങ്ങൾ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് ഹെമൽ സെൻറ്ററിൽ പോയി. അവിടെ പോയി കഴിഞ്ഞാൽ വേഫർ എനിക്ക് എന്തായാലും വേണ്ട ഒരു സാധനമാണ്. ഞാൻ നല്ല മധുരപ്രേമി. അപ്പോൾ ഈ സാധനം എന്തായാലും എടുക്കും. ഇത് വെറും വഴിച്ചെലവിനാട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ ജസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കി. കിവി ഉണ്ടോ എന്നാണ് കിവിയല്ല വേറൊരു സാധനമില്ലേ, അതിൻ്റെ പേര് നമ്മുടെ ഈ റംബൂട്ടാൻ്റെ പോലെ ഉള്ളിലിരിക്കും, പുറത്ത് ലിച്ചി ഉണ്ടോ എന്ന് നോക്കി. ഇവിടെ ഒരുവിധം എല്ലാ എന്താ പറയുക ഏഷ്യൻ ഫുഡ്, ആഫ്രിക്കൻ ഫുഡ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഫുഡ്, ഒരുവിധം എല്ലാ പച്ചക്കറികളും പല പച്ചക്കറികളും ഞാൻ കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. കവറിലിരിക്കണ്ടില്ലേ, അതൊരു ക്യാബേജ് വളിഞ്ഞ പോലത്തെ ഒരു സാധനമാണത്. അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല അന്യായം. നമ്മുടെ കൊടപ്പൻ, കടച്ചക്ക എല്ലാം ഇവിടെ കിട്ടും. നമ്മൾ കാണാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിൾ പല വെറൈറ്റി ഉണ്ട്, മുളക് പല വെറൈറ്റി ഉണ്ട്. ഈ സാധനം
സാധനമാണ് ഞാൻ നോക്കിയത്. പക്ഷെ അതിൻ്റെ വില ഭയങ്കര വിലയായിരുന്നു. മറ്റേത് ഞാൻ വില കൂടിയാലും ഒന്ന് രണ്ടെണ്ണം മേടിക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയിട്ട് ഇത്ര ആയിട്ടുള്ളൂ എത്തിയിട്ട്, ഇപ്പം അത്രയ്ക്ക് വലിയ ക്രേവിങ്സിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഞാനത് സ്കിപ്പ് ചെയ്തു, വെറും സ്കിപ്പ് ചെയ്തു. പിന്നെ സ്ട്രോബെറി, അപ്പോൾ എന്താ പറയുക, സനീബ അതൊക്കെ ഇങ്ങനെ നോക്കി, പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. നമുക്ക് കുറച്ചുകൂടെ വെർത്തായിട്ട് തോന്നിയത് ബ്രിട്ടീഷ് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതാട്ടാ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒന്നും വേണമെന്ന് പറയില്ല കേട്ടോ. അതാണ് ആളെങ്ങനെ കൊണ്ടുപോകണം. എൻ്റെ മെയിൻ കാരണം എനിക്ക് അത് വേണം ഇത് വേണം വാശി പിടി അങ്ങനെയൊന്നുമില്ല. ആൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ സന്തോഷം. ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾ വെള്ളം അവന് കരുതിയിട്ടുണ്ടാവും, സ്ട്രോ വെച്ചിട്ട് കുടിക്കാനായിട്ട്. അപ്പോൾ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കയ്യിൽ ഫുഡായിട്ട് അത് കൊടുത്താലും മതി. അല്ലാതെ അത് വേണം ഇത് വേണം അങ്ങനെ ആൾ പറയില്ല. അങ്ങനത്തെ വാശി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറയണു ഇനി മാറാം. അപ്പോൾ ഇതങ്ങനെ ഒരുപാട് നേരത്തെ പർച്ചേസിന് ശേഷം ഞങ്ങൾ ദേവികയുടെ എത്താൻ പോവാണ്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ അവർ നേരത്തെ പോയി. അപ്പോൾ ഞാനും വെറുതെയും കൂടെ അടുത്ത വരവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതേ വീടെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.